ഹമാസ് അനുകൂലികൾ വിമാനത്താവളങ്ങൾ ഹൈജാക്ക് ചെയ്തു. പെൻസിൽവാനിയയിലെയും ബ്രിട്ടീഷ് കൊളംബിയയിലെയും വിമാനത്താവളങ്ങളാണ് ഹൈജാക്ക് ചെയ്തത്. ഈ വിമാനത്താവളങ്ങളിലെ ലൗഡ് സ്പീക്കറുകൾ ഹമാസ് അനുകൂലികൾ പിടിച്ചെടുത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവർക്കെതിരെ ലൗഡ് സ്പീക്കറിലൂടെ സന്ദേശങ്ങൾ മുഴക്കി. സംഭവം യാത്രക്കാരെ ആശങ്കയിലാഴ്ത്തി. സംഭവത്തെ തുടർന്ന് പല സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പെൻസിൽവാനിയയിലെ ഹാരിസ്ബർഗ് രാജ്യാന്തര വിമാനത്താവളത്തിലെയും കാനഡയിലെ കെലോവ്ന രാജ്യാന്തര വിമാനത്താവളത്തിലെയും ടെർമിനലുകളിലൂടെ ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശം മുഴങ്ങി. ഹമാസിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശങ്ങളും ഫ്രീ പാലസ്തീൻ എന്ന് ആഹ്വാനം ചെയ്യുന്ന സന്ദേശങ്ങളുമാണ് കെലോവ്ന രാജ്യാന്തര വിമാനത്താവളത്തിലെ സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. പബ്ലിക് അഡ്രസ് സിസ്റ്റങ്ങളെയും ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ഡിസ്പ്ലേകളെയും ലക്ഷ്യമിട്ടുള്ള സൈബർ ആക്രമണമാണ് നടന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഒരു സംഘടനയും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുമില്ല. അതിനിടെ ഗാസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആദ്യഘട്ട കരാർ വ്യവസ്ഥകൾ ഹമാസ് പാലിക്കണം. അങ്ങനെ ചെയ്താൽ ഗാസയിൽ ശാശ്വത സമാധാനം ഉറപ്പുവരുത്താനുള്ള നടപടികൾ സുഗമമായി നടക്കും. വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. ആയുധങ്ങൾ കൈമാറാൻ ഹമാസിനോട് അമേരിക്ക നേരിട്ട് ആവശ്യപ്പെട്ടതായും ട്രംപ് പറഞ്ഞു. ഹമാസ് ഇക്കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് അമേരിക്ക തന്നെ ഇക്കാര്യം നടപ്പാക്കുമെന്നും ട്രംപ് താക്കീത് നൽകി. ഒക്ടോബർ 10 ഇസ്രായേൽ മന്ത്രിസഭ ഗാസയിലെ വെടിനിർത്തൽ അംഗീകരിച്ചത്. എന്നിട്ടും ഇപ്പോഴും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടരുകയാണ്. ഇതിനെതിരെ ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണം പൂർണ്ണമായും നിർത്തിവെക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവശേഷിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ എല്ലാ ശ്രമവും തുടരുമെന്നും ഹമാസ് പറഞ്ഞു. അതിനിടെ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഹമാസിനെതിരെ ഇസ്രായേലിൻ്റെ ആക്രമണം പുനരാരംഭിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആയുധം അടിയറ വയ്ക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ എന്ത് വേണമെന്ന് താൻ ആലോചിക്കുമെന്നും ഒരു അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു. കരാർ പ്രകാരം ബന്ദികളുടെ മുഴുവൻ മൃതദേഹങ്ങളും വിട്ടുകിട്ടിയില്ലെങ്കിൽ വെറുതെ ഇരിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. എന്നാൽ അവശേഷിക്കുന്ന ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഹമാസ് അറിയിച്ചു. വൈകാതെ കരാർ വ്യവസ്ഥകൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഹമാസ് ആയുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറി. ഇതോടെ കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം 9 കഴിഞ്ഞ ദിവസം ഹമാസ് കൈമാറിയ മൃതദേഹങ്ങളിലൊന്ന് ബന്ദികളുടേതല്ലെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു.